നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി അൽ ഹിലാലിനോട് 3-4 പൊട്ടി റൗണ്ട് ഓഫ് 16 പുറത്തായി. എക്സ്ട്രാ ടൈമിലാണ് അവർ വീണുപോയത്. കടുത്ത പോരാട്ടം തന്നെ നടത്തിയ അൽ ഹിലാൽ അവർക്ക് കൈയടിക്കണം. സിറ്റിയുടെ കോച്ച് പെപ് ഗാർഡിയോള കളിക്ക് ശേഷം പറഞ്ഞത് അൽ ഹിലാലിൻ്റെ പ്രകടനം കണ്ടിട്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല എന്നാണ്. അത് പക്ഷേ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, പോസിറ്റീവ് സെൻസിൽ അദ്ദേഹം പറയുകയാണ്, അൽ ഹിലാലിൻ്റെ പെർഫോമൻസിൽ എനിക്ക് അത്ഭുതമില്ല, കാരണം അവർ മികച്ചൊരു ടീമാണ്. അൽ ഹിലാലിൻ്റെ കളിരീതി, അവർ റീബൗണ്ടുകളിൽ മികവ് കാണിച്ചു. ഞങ്ങളാകട്ടെ ഒരുപാട് അവസരങ്ങൾ മിസ് ചെയ്യുകയും ചെയ്തു. തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ് കൗണ്ടർ അറ്റാക്കുകളിൽ വളരെ മികച്ചതായിരുന്നു. അവരുടെ ഡിഫൻസും വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഞങ്ങൾക്ക് പുറകോട്ട് ഒരുപാട് ഓടേണ്ടി വന്നു. ആ രൂപത്തിലാണ് അവർ കൗണ്ടർ അറ്റാക്കുകൾ സജ്ജീകരിച്ചത്. അതിലാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ വീണുപോയത്. എന്തായാലും ഈ ഒരു തോൽവി ഞങ്ങളെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. ഇത്തരം ഒരു ടൂർണമെൻറ്റ് 4 വർഷത്തിലൊരിക്കൽ മാത്രമേ വരികയുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്കിപ്പോൾ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പെപ് ഗാർഡിയോള പറഞ്ഞു. ചുരുക്കത്തിൽ പെപ്പ് കൃത്യമായിട്ട് എതിരാളികളുടെ കളിയെ വീക്ഷിച്ചു. എതിർ ടീം ശക്തരാണ് എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നു. ഏതായാലും സൗദി പ്രോ ലീഗും ബ്രസീലിയൻ ലീഗും ഒക്കെ യൂറോപ്യൻ ക്ലബ്ബുകളോട് മുട്ടാൻ പറ്റുന്ന രൂപത്തിൽ തങ്ങളുടെ ടീമുകളെ വളർത്തിയെടുക്കുന്നത് ഫുട്ബോളിന് തീർത്തും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പെപ്പും അതുപോലെ തന്നെ സാബി അലോൺസോയൊക്കെ ഈ ടൂർണമെൻറ്റ് തുടക്കത്തിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. യൂറോപ്പിൽ മാത്രമാണ് കളിയുള്ളത് എന്ന് കരുതുന്ന കുറേ ആളുകളുണ്ട്. യൂറോപ്പിന് പുറത്തൊന്നുമില്ല എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് തെറ്റുപറ്റി എന്നത് തെളിയുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.